ഹലോ, വെൽക്കം ബാക്ക്. ഒരു പുതിയ വീട്ടിലായിരിക്കും സ്വാഗതം. അപ്പോൾ ഇത് ഇന്നലെ എടുത്തിയ വ്ളോഗായിരുന്നു, വെനസ്ഡേ വ്ളോഗ്. അപ്പോൾ ഇതിനൊരു സ്പെഷ്യാലിറ്റി വെച്ചാൽ നമുക്ക് വെനസ്ഡേ ക്ലാസ് ഉണ്ടാവാറില്ല, ഓഫ് ഡേ ആണ്. അപ്പം ആ ഒരു ദിവസം ബാക്ക്ലോഗ്സിൻ്റെ തീർക്കാം, അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ 2 ആഴ്ച കൂടുന്തോറും വെനസ്ഡേയിലെ രാത്രി എക്സാം ഉണ്ടാവും. അങ്ങനെ ഇന്നലെ ഞങ്ങൾ ഫസ്റ്റ് എക്സാം ആയിരുന്നു. അപ്പോൾ അത് ഇതിലൊരു പുതിയ എക്സ്പീരിയൻസ് കൂടിയാണ്. അപ്പോൾ ഏതായാലും ഒരു വ്ളോഗ് ആക്കിയിട്ടിടാമെന്ന് വിചാരിച്ചു. സോ 2 വീക്ക് ഏകദേശം കഴിയുമ്പോഴാണ് ഓരോ സബ്ജക്റ്റിലും ഓരോ ചാപ്റ്റേഴ്സൊക്കെ കഴിയുന്നത്. കാരണം അത്രയും ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ക്ലാസ് എല്ലാ സബ്ജക്റ്റിലും തരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് മിനിയാന്ന് ചെറിയ പനി കൂടി പിടിച്ചപ്പം കുറച്ച് അതിൻ്റെ ഒരു ഹാങ് ഓവർ ഉണ്ടായിരുന്നു ഇന്നലെ. പിന്നെ ഞാൻ എഴുതുന്ന ഒരു ഫസ്റ്റ് ആയിട്ടുള്ളൊരു എക്സാമാണ്. അപ്പം എങ്ങനെയൊക്കെ അതിൻ്റെ ഒരു പ്രിപ്പറേഷൻ എന്നൊക്കെ ചെറിയൊരു ഡൗട്ടും കാര്യങ്ങളും, എക്സാം എങ്ങനെ വരിക, ക്വസ്റ്റ്യൻസൊക്കെ എങ്ങനെയെന്ന്. അപ്പം ഏതായാലും ഞാൻ ഫസ്റ്റ് ബയോളജിന്നാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ബോട്ടണിയിൽ ഞാൻ ഫസ്റ്റ് സുവോളജി പഠിച്ചിട്ടുണ്ടായിരുന്നു. സുവോളജിയിൽ നമുക്ക് ലിവിങ് വേൾഡ് ഫുൾ ചാപ്റ്റർ എടുത്തു. പിന്നെ കൂടാതെ ആനിമൽ കിങ്ഡത്തിന് ചെറിയൊരു അതിൻ്റെ ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആ ഒരു സംഭവം അത് മാത്രം. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളും പഠിക്കാൻ വേണ്ടിയിട്ട് പോർഷൻസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ ക്ലാസ് ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഞാൻ ഇന്നലെ പഠിക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഇരുന്നത് ഫുഡൊക്കെ കഴിച്ച് ഒരു 2 മണിക്കായിട്ടുണ്ടായിരിക്കും. അങ്ങനെ ഫസ്റ്റ് ഞാൻ സുവോളജി നോക്കി. ഞാൻ ഒരു കുറച്ച് ടൈം സെറ്റ് ചെയ്തിട്ട് അപ്പം ഏകദേശം ഒരു 1 അവറിൻ്റെ ഉള്ളിൽ ആ 2 ചാപ്റ്റേഴ്സും സുവോളജിത്തെ 2 ചാപ്റ്റേഴ്സ് ഫുള്ളായിട്ടില്ല, 2ാമത്തെ ചാപ്റ്ററിൻ്റെ കുറച്ച് ഭാഗം. അപ്പോൾ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റിക്കി നോട്ട്സിൽ കുറച്ച് പഠിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം പിന്നെ അപ്പം കുറച്ച് അതിൽ ആവശ്യമുള്ള ആൾക്കാരുടെ പേര്, ഇയർ, പിന്നെ കുറച്ച് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങളൊക്കെ ഞാൻ എഴുതി വെച്ചിട്ട് സ്റ്റിക്കി നോട്ടിലാക്കിയിട്ട് കുറച്ച് ഹൈലൈറ്ററൊക്കെ അവിടെ ഇരിക്കട്ടെ വെച്ചിട്ട് അത് കളറൊക്കെ ചെയ്തിട്ട് ഞാൻ ടെക്സ്റ്റ് ബുക്കിലെ ഫസ്റ്റ് പേജിൽ തന്നെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തായിരുന്നു NCERT ടെക്സ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം തൽക്കാലത്തിൽ ബയോളജി മാത്രം വാങ്ങിയിട്ടുള്ളൂ, ഫസ്റ്റത്തെ +1 സെക്ഷനത്തെ. അപ്പോൾ ഞാൻ ഇതുവരെ ഇപ്പോൾ ഇന്നലെയാണ് ഡീറ്റെയിൽ ആയിട്ട് കുറച്ചും കൂടെ ടെക്സ്റ്റൊക്കെ റെഫർ ചെയ്ത് പഠിക്കുന്നത്. അപ്പം കുറച്ച് പേര് കഴിഞ്ഞ ഷോർട്സ് വീഡിയോ ചോദിച്ചിട്ടുണ്ട് എങ്ങനെ NCERT റീഡ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അതൊക്കെ ഇനി ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ പറയുന്നുണ്ട്. കാരണം കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ബുക്കിലോട്ട് പോയാലാണ് അതിൻ്റെ കൂടുതൽ അത് മനസ്സിലാകത്തുള്ളൂ. പിന്നെ ഞാൻ ബോട്ടണി പഠിക്കായിരുന്നു. ബോട്ടണിയിൽ നമുക്ക് ബയോളജിയുടെ ക്ലാസിഫിക്കേഷൻ ഫുൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ മറ്റേ ഫഞ്ചൈൻ്റെ ഒരു കിങ്ഡം ഫഞ്ചൈ വരെ പഠിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേതായാലും ഞാൻ A4 ഷീറ്റിലായിരുന്നു നോട്ട്സൊക്കെ ആ ഒരു ക്ലാസ് ടൈം കേൾക്കുമ്പം ഒരു ലെക്ചർ നോട്ടാക്കി എഴുതിയിട്ടുണ്ടായിരുന്നത്. പറയുമ്പോൾ ഞാൻ എല്ലാ സബ്ജക്റ്റിനും പ്രത്യേകിച്ച് നോട്ട്ബുക്കൊക്കെ വാങ്ങിയതായിരുന്നു. പക്ഷേ എനിക്കെന്തോ ആ ഒരു സമയത്ത് നോട്ട്ബുക്കിൽ ക്യാച്ച് ചെയ്ത് ക്ലാസ് കേൾക്കാൻ കുറച്ച് ഡിഫിക്കൽട്ടായി തോന്നി. അപ്പം ഓരോ ചാപ്റ്റേഴ്സ് ഓരോ രീതിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഏതായാലും ഇപ്പോൾ ഫസ്റ്റ് സെക്ഷനത്തെ എല്ലാ ചാപ്റ്റേഴ്സും A4 ഷീറ്റിൽ എഴുതി വെച്ചിട്ട് അങ്ങനെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം എക്സാമിന് ഇപ്പോൾ പഠിക്കാനിപ്പോൾ ഞാൻ ഞങ്ങളെ ആപ്പിൻ്റെ സ്ലൈഡും റെഫർ ചെയ്തു. പിന്നെ നോട്ട് എഴുതിയതും ടെക്സ്റ്റും അങ്ങനെ എല്ലാവരും കൂടെ മിക്സ്ഡ് ആയിട്ടുള്ള സ്റ്റഡി റൊട്ടീനായിരുന്നു ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ കെമിസ്ട്രിയിൽ ഫസ്റ്റ് ചാപ്റ്റർ സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി. അപ്പോൾ അതിൽ മോൾ കൺസെപ്റ്റ് വരെ പഠിക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വല്ലാത്ത ടൈം കുറവായിട്ട് വല്ലാതെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്യാൻ നിന്നിട്ടില്ല. കാരണം അതിൻ്റെ മുന്നിലെ ദിവസമൊക്കെ രാത്രി പറ്റുന്നിടത്തോളം ഞാൻ ആ സ്ലൈഡിലുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ അങ്ങനെ കുറച്ച് ഡെഫിനേഷൻസ് മാത്രമൊക്കെ വായിച്ച് പോയി ഇക്വേഷനും നോക്കി അങ്ങനെ പോയതായിരുന്നു. പിന്നെ ഫിസിക്സിൽ മറ്റേ യൂണിറ്റ്സ് ആൻഡ് മെഷർമെൻറ്റ്. അപ്പോൾ അതിൽ മറ്റേ ഡൈമെൻഷനും അതിൻ്റെ കുറച്ചുകൂടെ ശേഷമുള്ള കുറച്ച് പോർഷൻസ് വരെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഡൈമെൻഷൻസൊക്കെ കുറച്ച് പഠിക്കും, കുറച്ച് ഓർമ്മയില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. പിന്നെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ കുറച്ച് ഓരോ കോഡൊക്കെ ഉണ്ടാക്കിയിട്ട് കുറച്ച് ഒരേപോലത്തെ വരുന്ന ഡൈമെൻഷൻസും അങ്ങനെ സെപ്പറേറ്റ് ആക്കി കുറച്ചൊക്കെ പഠിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ എക്സാം രാത്രി 7 മണിക്കായിരുന്നു. അപ്പോൾ 100 ക്വസ്റ്റ്യൻസും 100 മിനിറ്റും അങ്ങനെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പം ടോട്ടൽ മാർക്ക് 400ലും. അപ്പം ഓരോ സബ്ജക്റ്റിന് 25 ക്വസ്റ്റ്യൻസ് വീതമുണ്ടായിരിക്കും. അപ്പോൾ നോർമലി ഒരു 6:30 ചായ എടുക്കുന്ന സമയം. അപ്പോൾ ഞാൻ ഏതായാലും ചായയൊക്കെ ഉണ്ടാക്കി ടേബിളിൽ കൊടുന്നിച്ച് ലാസ്റ്റ് റിവിഷൻ കഴിഞ്ഞ് ബുക്ക് ഫുള്ള് എടുത്തിച്ച്. കാരണം നമ്മൾ കോപ്പി അടിച്ചിട്ട് എക്സാമിൽ മാർക്ക് അടിച്ച് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ പഠിച്ച രീതിക്ക് അങ്ങനത്തെ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി വെച്ച് അങ്ങനെ ചായ ചേരുന്നതായിരുന്നു. പക്ഷേ ചായ അവിടെ തന്നെ ഇരിക്കുക. നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഞാൻ എക്സാം ഫുൾ അറ്റൻഡ് ചെയ്ത ശേഷം കഴിക്കാൻ വേണ്ടി ഇരുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ബയോളജി അറ്റൻഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തത്. കാരണം അതിൽ കുറച്ച് കോൺഫിഡൻസ് വരുന്ന സംഭവം. അപ്പം അത് ലാസ്റ്റ് പോർഷനിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. അതായത് ഒരു 51 to 100 വരെയായിരുന്നു ആ ഒരു ക്വസ്റ്റ്യൻസ്, സുവോളജി, ബോട്ടണി. അങ്ങനെ എനിക്ക് പറ്റുന്ന പോലെ ഞാൻ പെട്ടെന്ന് അറ്റൻഡ് ചെയ്തു. ബയോളജി കംപ്ലീറ്റ്ലി ഒരു 20-25 മിനിറ്റിനുള്ളിൽ ഫുൾ സംഭവം കഴിഞ്ഞു. പിന്നെ കെമിസ്ട്രിക്ക് ഞാൻ കുറേ ടൈം എടുത്തു. കാരണം ചില കോൺസെപ്റ്റ് ഞാൻ മനസ്സിലാക്കിയ രീതി തെറ്റായിരുന്നു. അങ്ങനെ പറ്റുന്ന പോലെയൊക്കെ അറ്റൻഡ് ചെയ്ത് വെച്ചു. പിന്നെ ഫിസിക്സും കുഴപ്പമില്ലാതെ അറ്റൻഡ് ചെയ്തു. അങ്ങനെ കണ്ടല്ലോ. അപ്പം നീ റിസൾട്ട് പാതിരാത്രി മിഡ്നൈറ്റിൽ വരുന്ന രീതിക്ക് ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ പറ്റുന്ന പോലെ ഞാൻ കുറച്ച് കെമിസ്ട്രി ഫിസിക്സ് വല്ലാതെ ചെയ്ത് നോക്കാത്തതുകൊണ്ട് അപ്പോൾ എനിക്ക് പറ്റുന്ന ഒരു രീതിക്കായിട്ട് ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും കറക്റ്റ് ടൈമിൽ തന്നെ ഫുൾ അറ്റൻഡ് ചെയ്യാൻ പറ്റി.
അപ്പം ബയോളജി മനസ്സിലായ കാര്യം നല്ലൊരു പഠിച്ചുകൊണ്ട് നല്ല രീതിക്ക് പെട്ടെന്ന് ടൈമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് മീൻസ് അതിന് അലോട്ട് ചെയ്യുന്ന ടൈമിനെക്കാട്ടും കുറവ് അതിനുള്ളിൽ പെട്ടെന്ന് എനിക്ക് ബയോളജിക്ക് എഴുതി കഴിയാൻ പറ്റി. പക്ഷേ കെമിസ്ട്രി ഫിസിക്സ് സംഭവം ക്വസ്റ്റ്യൻസൊക്കെ സിമ്പിളായിരുന്നു, പക്ഷേ ഞാൻ പഠിച്ച രീതി എൻ്റെ ശരിയല്ലായിരുന്നു. അപ്പോൾ പിന്നെ കുറച്ച് ടൈം അധികം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൺലൈൻ എക്സാം ആയാലും പിന്നെ ഒരു കാര്യം നല്ലതായി തോന്നിയത് ഇവർ കറക്റ്റ് ടൈമിങ് ഈ ഒരു എക്സാമിന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതായത് 7 o'clock മുതൽ 8:40 വരെ. അപ്പോൾ ആ ടൈമിന് ശേഷം പിന്നെ നമുക്ക് ആ ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്തെങ്കിലും മീൻസ് നമ്മളിപ്പോൾ ഓൺലൈനായി വെച്ചിട്ട് നമുക്ക് തോന്നുന്ന സമയത്ത് എന്തും ചെയ്യാമെന്നൊക്കെ ഉള്ളൊരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട്, പക്ഷേ ഈ ഒരു കാര്യം ഇങ്ങനെ സെറ്റ് ചെയ്ത് നല്ല കാര്യമായി തോന്നി. കാരണം കുറേ പേര് ചിലപ്പം മടിയുള്ളവരൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അങ്ങനത്തെവർക്കും പോലും ഇതൊരു കാര്യം സ്ട്രിക്റ്റായിട്ട് ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പം നമ്മൾ എന്തായാലും എക്സാം അറ്റൻഡ് ചെയ്യും. അപ്പോൾ ബോട്ടണി ചെയ്ത് തുടങ്ങി തന്നെ ഏകദേശം പഠിച്ച രീതിക്ക് നല്ല ഓർമ്മകളുണ്ട്. അങ്ങനെ പെട്ടെന്ന് സെലക്ട് ചെയ്ത് തന്നെ പോയി. പിന്നെ സുവോളജിയിൽ ഇങ്ങനെ എത്തിയപ്പം ഒരു 2-3 ക്വസ്റ്റ്യൻസ് അസേർഷൻ ടൈപ്പ് വരുമ്പം ചിലത് ഇങ്ങനെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്നു. അങ്ങനെ പിന്നെ ഞാൻ ലാസ്റ്റ് ലീവ് ചെയ്തു. ലാസ്റ്റ് ടൈമിലേക്ക് ചെയ്യുക, അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അല്ല നല്ലത്. അങ്ങനെ പിന്നെ അത് പോയിട്ട് കെമിസ്ട്രിയിലും ഒരു 2-3 കുറച്ചൊരു ഡൗട്ടായി നിന്നു. ഫിസിക്സിൽ അതേ പാടുണ്ടായിരുന്നു. പിന്നെ എനിക്കൊക്കെ അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഒരു 10 മിനിറ്റ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇതിപ്പോൾ നമ്മൾ എന്തായാലും ലാസ്റ്റ് ചെയ്തിട്ട് ഫൈനൽ എക്സാം അല്ലല്ലോ. അപ്പം സ്കിപ്പ് ചെയ്യാൻ പകരം ട്രൈ ചെയ്ത് നോക്കിയാൽ ടൈം ഉണ്ടല്ലോ, അപ്പം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ചില ക്വസ്റ്റ്യൻസൊക്കെ ടൈം എടുത്ത് ആലോചിച്ചപ്പം സംഭവം ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടല്ലോ, മമ്മ പ്രത്യേകിച്ച് കഷ്ടപ്പെട്ട് അങ്ങനെ സ്നാക്സൊക്കെ ഉണ്ടാക്കി രാഗിൻ്റെ അടിയിരുന്നു. അപ്പോൾ തേങ്ങ സംഭവം കഴിക്കാൻ കുറച്ച് മടിയാണ്. അപ്പോൾ അതിനെ കൊണ്ട് ലാസ്റ്റ് കഴിപ്പിക്കായിരുന്നു. കഴിച്ച് നോക്ക് എങ്ങനെയുണ്ട് ടേസ്റ്റ് തന്നെ. അപ്പോൾ അതിന് ഞാൻ പിന്നെ ഇങ്ങനെ ചിരിക്കുന്നത്. അപ്പോൾ അതെന്തായാലും എൻ്റെ ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്യുന്നു. അപ്പം ക്വസ്റ്റ്യൻസ് ഇപ്പോൾ എങ്ങനെ വരുന്നതെന്നൊക്കെ മനസ്സിലായി, ഒരു ഐഡിയ. പിന്നെ ഫസ്റ്റ് എക്സാം ആകുമ്പോൾ മാർക്ക് കുറയും. ഞാൻ എന്തായാലും ഇന്നെ തന്നെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നില്ല. കാരണം മീൻസ് നമ്മളിപ്പോൾ തന്നെ ഡീമോട്ടിവേറ്റ് ആയാലും പിന്നെ നമുക്ക് പിന്നെ മുന്നോട്ടുള്ള ഒരു ജേർണി എന്ന് വെച്ചാൽ കുറച്ച് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും. അപ്പം ഞാനിപ്പോൾ ഇത് കുഴപ്പമില്ല, ഇനി അടുത്ത ടൈമിൽ ഇതിനെക്കാട്ടി കൂടുതൽ മേടിക്കണം. ഇനി എന്തായാലും ഈ 400 ആകുമ്പം 300 എൻ്റെ ഇപ്പം സെറ്റായിട്ടുള്ളൊരു മാർക്കാണ്. അതിൻ്റെ അടിക്ക് കുറയ്ക്കാതെ മുകളിലേക്ക് സ്കോർ ചെയ്യണമെന്നാണ്. അപ്പോൾ ഞാൻ കെമിസ്ട്രി ഫിസിക്സ് വല്ലാതെ ഡീൽ ചെയ്യാതെ പോയതായിരുന്നു. പക്ഷേ ബയോളജി ആ ഒരു സ്ഥലത്ത് ഞാൻ നല്ല രീതിയിൽ പഠിച്ചിട്ട് ഇതും അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രാവിലെ മെൻറ്റർ വിളിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ മാർക്കൊക്കെ പറഞ്ഞിട്ട്. അപ്പം മെൻറ്ററിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ മീൻസ് കുറഞ്ഞ ഒരു ഇത് നോക്കണ്ട, ഞാൻ അടുത്തതിൽ നല്ല ഫുൾ മാർക്കൊക്കെ മേടിക്കാമെന്ന് അപ്പം ഒരു സപ്പോർട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത്. അപ്പോൾ താങ്ക് യു ഗൈസ്.